അതേപോലെ മാവിലൊക്കെ എത്തിക്കണില്ലേ. അപ്പൊ അതിന്റെ പൂ താഴെ വീഴുമ്പോൾ പൂവും കായം കണ്ടിട്ടില്ലേ? ഇനി കാണണം. കായ നല്ല ഭംഗിയുള്ള കായാണ്, കുഞ്ഞു കായ. എടുത്ത് നമ്മളൊന്ന് നെക്കി പിടിക്കുമ്പോൾ അതിൽ നിന്ന് ഉള്ളിൽ വിത്ത് പുറത്തേക്ക് വരും, പശയോട് കൂടി പുറത്തേക്ക് വരും. ഒരു ഗമ്മുണ്ട്, ഒരു ഗം കോട്ടഡാണ്. അപ്പോൾ കുരുവിത് കഴിക്കും. കഴിച്ച് കഴിയുമ്പോൾ രാവിലെ സെക്കൻഡ് അവർ ട്രൈ ചെയ്യും. അപ്പോൾ ഇതിവിടെ പറ്റി പിടിച്ചിട്ടുണ്ടാവും വിത്ത് ഗം. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് വരച്ചും. അപ്പോൾ എവിടെ വരച്ചാലേ പോവുക, മിനുസമുള്ളിടത്ത് പോവില്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉള്ളിടത്തേക്ക് വരും. സ്വാഭാവികമായിട്ട് എത്തിൽക്കണ്ട് ഈ കമ്പിൽ അടുത്ത കമ്പിലേക്ക് എത്തി നടത്തും, ഈ മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് എത്തി നടത്തും. അപ്പോൾ ഒരു സഹവർത്തിത്വം കൂടി അല്ലേ. 2 പാമ്പുകൾ ഇപ്പോൾ ഈ ആഴ്ചയിൽ പിടിച്ചതെല്ലാം ഹൈലി വെനമസ് ആണെന്നാണ് ആളുകളുടെ ധാരണ. ഇതെല്ലാം മക്കൾ കളിക്കാൻ കൊടുത്തു. പാമ്പ് അങ്ങനെ പോകുന്നു, ഒരു പ്രശ്നമില്ല ആർക്കും. അപ്പോൾ 90ഓളം പാമ്പുകളിൽ 4 എണ്ണത്തിനാണ് നമ്മുടെ നാട്ടിൽ. ബാക്കി 105 പറഞ്ഞല്ലോ, 10-15 ഇവിടെ ഇല്ല. വെസ്റ്റേൺ ഗഡ്സിൽ മലമണ്ടയിലുള്ളൂ. അപ്പം വീട്ടു പരിസരത്തുള്ള എല്ലാ പാമ്പിനെയും കൊല്ലാതെ ഒരു പടം എടുത്തിട്ട് ഉടനെ തന്നെ നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പിലിടുക. ചായലക്കലുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ സാവകാശം കൊടുത്താൽ ഒരു പാമ്പിൻ്റെ ജീവൻ രക്ഷപ്പെടും. അപ്പോൾ കാട്ടുപാമ്പെല്ലാം അപ്രത്യക്ഷമാവുകയാണ്, ചുമർപാമ്പ് അപ്രത്യക്ഷമാകാൻ. ഇതൊക്കെ ഈ ഇനത്തിൽപ്പെട്ട പറമ്പിൽ നടക്കേണ്ട പാമ്പുകളാണ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ പാമ്പ് സായലിൻ്റെ ഒരു കാക്കൻ എത്ര തരം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? അതാ ചോദിക്കട്ടെ. 2 തരം. ഒന്ന് നമ്മളെ കാക്കയും ഒന്ന് പറക്കണ കാക്കയാണ്. കടൽ കാക്കയല്ല. ഈ കാക്കനെ 2 എണ്ണം ഉണ്ട്. ഒന്ന് ജംഗിൾ ക്രോ, ഒന്ന് കോമൺ ക്രോ. നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് രണ്ടും. ഒന്ന് ബലിക്കാക്കയും ഒന്ന് ഹൗസ് കോമൺ ക്രോ. മലയാളത്തിൽ എന്താ പേനക്കാക്ക. പക്ഷികളെ കുറിച്ച് വായിക്കണമെങ്കിൽ ഒരു പുസ്തകം പറയാം. എല്ലാവരും പൊതുവായി വായിക്കേണ്ട പുസ്തകം കേരളത്തിലെ പക്ഷികൾ. 370-400 രൂപയുടെ അടുത്ത് വിലയുണ്ട്. ഇന്ദുചൂടൻ എഴുതിയ പുസ്തകം. അതാണ് നമ്മളെ ഇതിലെ ഉസ്താദ്. നേരത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ശുക്ര പറഞ്ഞ കോഴിക്കോട്ടുകാർക്ക് ഇർലാട്ടി പറഞ്ഞ കളി. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും, അവിടെ വീഴും, എടുത്തോടെ പോകും. അതാണ് ശുക്ര. ഒന്നുമില്ല അതിൽ, നമുക്ക് തോന്നുന്നത് തന്നെയാണ് നമ്മുടെ സൗന്ദര്യം. അപ്പം പ്രകൃതിയുടെ സൗന്ദര്യം കാണാനും നമ്മുടെ ചുറ്റുപാടിൻ്റെ സൗന്ദര്യം കാണാനും സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാനൊക്കെ നമുക്കൊരു മനസ്സുണ്ടാകണം. ആ മനസ്സാണ് യഥാർത്ഥ ഒരു സൗന്ദര്യത്തെ സൃഷ്ടിക്കുന്നത്. ഒരാളെ ഇഷ്ടപ്പെടാനും ഒരു ചെടിയെ ഇഷ്ടപ്പെടാനും ഒക്കെ സാധ്യത ഉള്ളത്. അപ്പോൾ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് പൊളിച്ചെഴുതണം. കണ്ട ചെടികളിലൊക്കെ, കണ്ട പൂക്കളിലൊക്കെ. നമ്മൾ ഇടംപരി വലംപരിൻ്റെ 2 നിറത്തിലുള്ള പൂ കണ്ടു. ഒരു ചെടിയിൽ 2 നിറത്തിൽ 2 ഭാഗത്തെ പിരിഞ്ഞിരിക്കുന്ന ഒരു വിത്ത് കാണുമ്പോൾ ആ വിത്തിനും സൗന്ദര്യം ഉണ്ടെന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ ആരോ പറയുന്നത് കേട്ട് ജീവിക്കാനുള്ളതെന്നർത്ഥം. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനുള്ള എൻ്റെ ജീവിതം എന്നർത്ഥം. കണ്ടാലും മതി വരാത്തത്ര സുന്ദരമായ ഒരു സിനിമയുണ്ടെങ്കിൽ അത് പ്രപഞ്ചമാണ്. അതിലെ സീനുകൾ കണ്ട കടലെല്ലാം നാളെ എന്തിനാ ബീച്ചിൽ എന്നും ഒരാൾ പോയിരിക്കുന്നത്? കടൽ തിരമാലകൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു, കടൽ പക്ഷികളുടെ പറക്കൽ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു, കടലിൻ്റെ സൗന്ദര്യം എന്നും മാറിക്കൊണ്ടിരിക്കുന്നു, ആകാശ നക്ഷത്രങ്ങൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് 40 മിനിറ്റ് കൊണ്ട് ഇല്ലേ ഇവിടെ കണ്ട വേട്ടക്കാരനെ ഇവിടെ കണ്ടു. ആകാശമാണ് ഈ സ്ക്രീൻ. നിങ്ങളൊരു രംഗപടം നാടകം ചെയ്തവരുണ്ടെങ്കിൽ അറിയാം, നാടകത്തിലെ രംഗപടം മാറ്റണം കയറ് വലിച്ചു മാറ്റില്ല പണ്ട് ഡിജിറ്റൽ സ്ക്രീനിൻ്റെ മുമ്പ്. അപ്പോൾ സ്ക്രീൻ ആകെ മാറി, വീടിൻ്റെ സ്ഥാനത്ത് കാട് വരുന്നു. അപ്പോൾ നമ്മൾ ആ കഥാകാരൻ അല്ലെങ്കിൽ സംവിധായകൻ നമ്മളെ മൊത്തം കൊണ്ടുപോവുക വേറെ ലോകത്തേക്ക്. ഇതിനേക്കാളും വലിയ കാഴ്ചകളാണ് ആകാശം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചുമ്മാ ആകാശം നോക്കിക്കഴിഞ്ഞാൽ മതി, എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങോട്ട് കറങ്ങുന്നു, ഇത് മറ്റേ ഇങ്ങോട്ട് കറങ്ങുന്ന പോലെ തോന്നുന്നു. യഥാർത്ഥത്തിൽ ആരും കറങ്ങുന്നുമില്ല, എന്നാൽ എല്ലാവരും കറങ്ങുന്നുണ്ട്. വട്ട കേസാത്, അങ്ങോട്ട് ഞാൻ പോകില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഭൂമിയിൽ നിങ്ങൾക്ക് പോകാനും കാണാനൊക്കെ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ. വന്നിരിക്കുന്നവരെല്ലാം ചെറുപ്പക്കാരാണ്. നിങ്ങളുടെ ഈ സമയത്തെ നിങ്ങൾ നേർക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഹരിതാപമാവുകയും ലളിതമാവുകയും ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്. അത്രേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. ഇതിനോടൊപ്പമുള്ള ജീവിതം ഒരു ടെൻഷനില്ല. ആ കൂടി ടെൻഷനുകളെ കൂടെ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാവുമോ, അതൊരു ടെൻഷനല്ല. അതിനെ നമ്മൾ താൽക്കാലത്തേക്കുള്ള നമ്മുടെ ഒരു അസ്വസ്ഥതയായിട്ട് ആ ഒരു താൽക്കാലികമാണ്. അത് ഇന്നത്തോടെ അത് കഴിഞ്ഞു. നാളേക്ക് വെക്കുന്നവർ അതിലില്ല. ഈ ക്യാമ്പ് പിരിച്ചു വിടുന്നതോടുകൂടി അത് കഴിയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും വന്നു ചേരും. ഭാര്യ പ്രസവിക്കാനാകുമ്പോൾ ഒരു ആണിനുണ്ടാവുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്നത് പോലെ
അത് കെയറിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അതെല്ലാവരിലും വരും. അതിനല്ല നമ്മൾ ടെൻഷൻ എന്ന് പറയേണ്ടത്. ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ താളങ്ങൾ തെറ്റുന്ന കോലത്തിൽ നമ്മൾ പെരുമാറാൻ തുടങ്ങുമ്പം നമ്മൾ വേഗം പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ യാത്രയിലേക്ക് പോവുക. അതൊരു ഷോർട്ട് കട്ടാണ്.